എന്തിന് രമേശ് ചെന്നിത്തലയുടെ ഉസ്മാന്റെ സാധനം വരെ അതിൽ ഞാൻ ചുമ്മാതെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിനെ താരതമ്യേന ഞാൻ കുറച്ച് താഴ്ത്തിയാണ് കാണിച്ചത്. കാര്യം ധ്വജപ്രണാമമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ കുറച്ചും കൂടെ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് വരെ ഞാൻ ഷമ്മിത്തലനെ കൊണ്ട് പറയുന്നുണ്ട്. പറയാൻ ഒന്നും പാടില്ല, അല്ല പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്, അതാണ് കമ്മ്യൂണിസം. അപ്പൊ അങ്ങനെ കുറെ ഡയലോഗ്സ് ഉണ്ട്. ഈവൻ BJPക്ക് എതിരെയുള്ള അവരുടെ തമാശ രൂപേണ അവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണം നടന്നിരുന്നു 21. പക്ഷെ അന്ന് സംഭവിച്ചത് ജോജു ജോർജും കോൺഗ്രസുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ്ലി നമ്മുടെ സിനിമ ബഹിഷ്കരിച്ചു. കാര്യം ജോജു അഭിനയിക്കുന്ന സിനിമ എന്ന നിലയിൽ. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അവരെ എതിർക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണം. BJPക്കാർ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കന്മാരെ മറ്റേ ബീഫ് വിഷയത്തിൽ ബീഫ് അല്ലട പട്ടികളെ ഉള്ളിയാന്നൊക്കെ പറഞ്ഞ ഡയലോഗ്സ് വൈറലാവുകയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാനുള്ള കാരണങ്ങളൊന്നും അവിടെ നിന്ന് ആരംഭിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് എന്നാണ് സുരേന്ദ്രൻ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. സത്യം അങ്ങനല്ല. ഞാൻ അതിന് അന്നത്തെ ട്രോൾ അങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ സിനിമ സപ്പോർട്ട് ചെയ്യേണ്ടത് 2020 ആണെന്ന് 2020 മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഞാനങ്ങനെ ഈ സിനിമയുടെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ നമ്മളെ പാർട്ടിക്കാരത്തൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അഖിലിന് എല്ലാവരും ആശംസകളും എന്നൊക്കെ പറഞ്ഞ് അന്ന് സംസാരിച്ചു. അന്ന് അദ്ദേഹം എന്നോട് 2020 ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ജോയിൻ ചെയ്തേനെ. പക്ഷേ 2020 എറണാകുളത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയാൽ. കാര്യം എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ മതപരമായിട്ട് ഒരാളെ പോലും ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാളെ മോശപ്പെടുത്താനോ അവരെ വിഷമിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. ഇപ്പോൾ സീക്രട്ട് ഏജന്റിനോട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അഖിൽ ഇത് വളരെ ബ്രില്യൻ്റ്ലി ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അതായത് അഖിലിന് BJPയിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ BJP പലപ്പോഴും വിമർശിക്കപ്പെടുന്ന വർഗീയതയുടെയും ഈ ചാണകക്കുഴി ആശയങ്ങളുടെയൊക്കെ ഉള്ളിൽ പോയി വീഴാൻ പേടിയാണ്. അതുകൊണ്ട് 2020 ഒരു സ്റ്റാൻസ് എടുത്തുകൊണ്ട് ആ കുഴിയുടെ അറ്റത്ത് വന്നു നിന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഏറെക്കുറെ ഇങ്ങനെയാണ്, മുഴുവനായും ഇങ്ങനെയല്ല. ഇതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അത് മുഴുവനുമായും ഒരു BJPക്കാരനാവാൻ വയ്യാത്തത് കൊണ്ടാണ് 2020യിലേക്ക് പോയത് എന്ന് അതിനെ എങ്ങനെയാ നിങ്ങൾ ആദ്യം രാഷ്ട്രീയം അറിയാവുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സീരിയസ്ലി ഞാൻ പറഞ്ഞത്, ഇവിടെ നടന്നിട്ട് ഞാൻ പലതും കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ കുറിച്ചിട്ട് ABCD എന്താണെന്ന് രാഷ്ട്രീയമെന്നോ ഇന്നലകളിൽ നടന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വെറും സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, വായി തോന്നുന്ന പറയുക, അങ്ങനെ കുറേ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്താണ് നാടിന് പ്രയോജനം? നിങ്ങൾക്ക് ചിലപ്പം അഖിൽമാരെ പറ്റി ആരെങ്കിലും ഒരുത്തം പറയുമ്പോൾ 10 പേര് ഒന്ന് തെറി വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. 2020 BJPയുടെ ചാണകക്കുഴിയുടെ അറ്റത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ വിവരക്കേട്. നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? ഇത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് അല്ലെങ്കിൽ 89 ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നമ്മൾ ഈ പ്രാദേശിക വിഷയങ്ങളൊക്കെ എല്ലായിടത്തും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടെങ്കിൽ പള്ളി പൊളിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്നൊക്കെ സംഘടനയുടെ വലിപ്പം വെച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ വലിയ സംഖ്യാബലമുള്ള സംഘടനയാണ്. അത്രയും സംഘടനാ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അതായത് നിങ്ങൾ അങ്ങനെയാണല്ലോ ആക്ഷേപിക്കുന്നത് ഇവരെയൊക്കെ. ഞാൻ പറഞ്ഞ ഒരാളുടെ ലക്ഷ്യം അതാണെങ്കിൽ ചെയ്യില്ലേ? കേരളത്തിൽ BJPക്ക് വർഗീയത പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണെന്ന് ഈ സാബു ജേക്കബിന്റെയും 2020യുടെ ആവശ്യം BJPക്ക്? അവരെ കൂടെ കൂട്ടുന്നത് വർഗീയത പ്രചരിപ്പിക്കാനാണോ? ഇപ്പം വിഷ്ണുവിന് കേരളത്തിൽ ആത്മീയത പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെ പിടിച്ച് എൻ്റെ തലപ്പത്ത് വയ്ക്കൂ. അങ്ങേര് ആത്മീയത പ്രചരിപ്പിക്കുന്ന ആളല്ലെന്ന് വിഷ്ണുവിന് അറിയാം. അപ്പം വിഷ്ണുവിൻ്റെ ലക്ഷ്യം യുക്തിവാദം പ്രചരിപ്പിക്കലാണെന്ന് തിരിച്ച് പറയേണ്ടി വരും. ഇനി യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിദാനന്ദപുരി സ്വാമിയെ പിടിച്ച് എൻ്റെ തലപ്പത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? BJPയുടെ ലക്ഷ്യം വർഗീയത പ്രചരിപ്പിക്കലല്ല എന്നും ഈ കേരളത്തിൽ വികസനമാണെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അവർക്ക് 2020യെ കൂടെ കൂട്ടാനും എറണാകുളം ജില്ലയിൽ നിന്ന് ആ പാർട്ടിയുടെ ആശയത്തെ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാൻ BJPയുടെ A ക്ലാസ് സീറ്റുകൾ പോലും 2020ക്ക് അവർ വിട്ടുകൊടുത്തത്. അപ്പൊ അവരുടെ ലക്ഷ്യം അതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. തൃപ്പൂണിത്തുറ പോലെ നഗരസഭ BJP ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വിട്ടുകൊടുത്തത്. 2020യുടെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഈ അഖിൽമാർ പറയുന്നതോളം അത്രത്തോളം സീരിയസ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പോലും ഇല്ലാത്ത നേതാക്കളെ അവർ കാൻഡിഡേറ്റ്സ് ആയി വെച്ചത്? അത് പ്യുവർ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇതൊരു തുടക്കമാണ്. ഇപ്പം നമ്മളിപ്പോൾ 1925 RSS തുടങ്ങിയപ്പോഴും ഈവൻ 2 സീറ്റ് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തൊന്നും ആരും അറിഞ്ഞില്ലല്ലോ ഇതൊരു കാലത്ത് രാജ്യം ഇങ്ങനെ അപ്രമാദത്തോട് ഭരിക്കുമെന്നുള്ള കാര്യം. തുടക്കത്തിൽ ഉണ്ടാവുന്ന ചില പാളിച്ചകൾ
സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ 19 സീറ്റിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനമൊന്നും എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന്, അതായത് നമ്മുടെ ആശയം, ഈ 2020 മുന്നോട്ട് വെച്ചേക്കുന്ന ആശയം കേരളത്തിലുടനീളം എല്ലാ ജനജനത്തിൻ്റെ മനസ്സിലുമുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു മാതൃകയുമാണ്. പക്ഷെ നമുക്ക് അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതായത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരല്പം വിദ്യാഭ്യാസം, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാന്നാണോ സിസ്റ്റം ഇല്ലാന്നാണോ? സിസ്റ്റം, അതായത് ഇപ്പം BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ CPMന് ഇവർക്കെല്ലാം താഴെത്തട്ടിൽ വേരോട്ടമുണ്ട്, ബൂത്ത് അടിസ്ഥാനത്തൊക്കെ ആളുണ്ട്. 2020 എല്ലാം ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനൊരു രസം പറയട്ടെ, ഇന്നിപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, എൻ്റെ കൂടെ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നടക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന 2020യുടെ ഈ കാക്കനാട് മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹം ഒരു 10-150 കോടി ആസ്തിയുള്ളൊരു വലിയ മുതലാളിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ നടക്കുന്ന കണക്ക് ഞാൻ 1-2 സ്ഥലത്ത് ചൂടാവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ എടുത്ത്. ഇത് എൻ്റെ പൊന്ന് ജെയിംസ് ഏട്ടാ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അത്രയും ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മറ്റേ MDFൻ്റെയും പ്ലൈവുഡിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്ന് പുള്ളിയുടെ ഓഫീസിൽ പോയപ്പോഴാണ് ഞാനതൊക്കെ കാണുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പം ഇയാൾ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ അല്ല, അങ്ങനെ ഒരാള് നമ്മൾ കാണുന്ന ഒരു സാധാരണക്കാരനെ പോലെ ഫുൾ ടൈം നമ്മളോട് നടക്കുകയാണ്. അപ്പം ഓഫീസിൽ തന്നെ പുള്ളി ചോദിക്കുകയാണ്, ഞാൻ ഒരാഴ്ച ഇവിടെ കയറിയിട്ടെന്ന്. എന്തിന്? പൈസ ഉണ്ടാക്കാനാണോ? അല്ല, പ്രത്യയശാസ്ത്രത്തിലുള്ള അവർക്ക് ഈ നാട്ടിലെ പാവങ്ങളോട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത കൊണ്ട് നടക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത് 10,000 കോടി ആസ്തിയുള്ള സാബുജിയൊക്കെ പിന്നെ ഇതിന്റെ പിന്നാലെ പോണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും ഇത് ചെയ്യുമോ? എന്തൊരു തലവേദനയാണ്. മാധ്യമങ്ങളുടെ വാർത്ത തെറിവിളി കേൾക്കണം, നാട്ടുകാരെ തെറിവിളി കേൾക്കണം. അപ്പൊ ഇത് നമ്മൾ അതാ പറഞ്ഞ ഇന്റൻഷൻ മനസ്സിലാക്കൂ, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഞാൻ പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു കുറവുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കുറച്ച് സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ 2-3 പേരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നോക്കും, ഉമ്മൻചാണ്ടി സാറിന്റെ മരുമോൻ 2020യുടെ സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂര്. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള വ്യക്തിത്വങ്ങൾ, അതായത് പ്രൊഫഷണലി വെൽ നോൺ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ 2020യുടെ ഭാഗമാണ്. ഈ BJPയുടെ മറ്റ് സ്റ്റാർ ആയ ആളുകളുണ്ടല്ലോ, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൻ, അവരൊക്കെ ഇറങ്ങുമോ അഖിൽമാരാർക്ക് ഒരു സപ്പോർട്ടായിട്ട്? അല്ല, അത് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം BJP ഫോക്കസ് ചെയ്യുന്നത് BJPയുടെ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പം അവിടേക്കാണ് അവരുടെ ഒരു മിഷനറി മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ 2020യുടെയും നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കരയിലെ സുരേഷ് ഗോപിയുടെ സൗഹൃദമൊക്കെ ഉള്ള സൗഹൃദ ഉള്ള ഒരാളല്ലേ? അതെ, നല്ല അടുപ്പമാണ്, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മറ്റ് ബിഗ് ബോസ് താരങ്ങൾ, ഇപ്പൊ സാധാരണ സിനിമാ താരങ്ങൾ അവരുടെ ഒരു എന്താ പറയാ വോട്ട് ചോദിക്കാനൊക്കെ വേണ്ടി സിനിമാ താരങ്ങളൊക്കെ തന്നെയാണല്ലോ ഇറക്കാറ്. ഇപ്പൊ ഗണേഷ് കുമാറൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഉണ്ണിമൂന്തൻ വരാന്ന് പറഞ്ഞാണ് ബിഗ് ബോസിൽ. എൻ്റെ അടുത്ത ഇപ്പം അനിയൻ മിഥുൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറി വന്നു. അതാണ് ഞാൻ വിഷ്ണു നേരത്തെ ചോദിച്ചില്ലേ, ഈ ബിഗ് ബോസിന്റെ സാധനം ചോദിക്കുന്ന സാധനം. അഖിൽമാരാരുടെ രാഷ്ട്രീയത്തിലുള്ള മറ്റൊരു ഗുണമാണ് ബിഗ് ബോസിൽ ഞാനും മിഥുനും തമ്മിലും. മിഥുൻ എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് എതിർക്കുകയും ഭയങ്കരമായി മോശം പറയുകയും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്നതിന്റെ മാക്സിമം പറയുകയും ചെയ്യുന്ന മിഥുനെ അവൻ്റെ ഒരു കഥ പറച്ചിൽ കൊണ്ട് അവൻ പെട്ടുപോവുകയും അവനെ മൊത്തത്തിൽ സമൂഹം ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വോട്ട് കിട്ടുമോ, അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ആകുമോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അവസാന സമയത്തും ഇതിനെ ചേർത്ത് പിടിച്ചാണ് ഞാൻ നിന്നത്. കാര്യം കൂട്ടം ചേർന്ന് സമൂഹം മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം താമസിച്ച എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ ഒരു അനിയനെ ആക്ഷേപിച്ചപ്പോൾ അതിൻ്റെ പേരിൽ നിന്റെ നാട് മുഴുവൻ എന്നെ തെറി വിളിച്ചാലും വേണ്ടിയില്ല, ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കും. കാര്യം അവൻ വേറെ ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തില്ല, അവനൊരു കള്ളം പറഞ്ഞു. ആ അഖിലിൻ്റെ ഒരു മനസ്സുണ്ട്, കുറ്റം പറഞ്ഞവനെയും ചേർത്ത് നിർത്താനുള്ള മനസ്സുണ്ട്. അതാ എനിക്കിതൊന്നും പ്രശ്നമല്ല. എന്നെ ഇപ്പം എത്ര ആൾക്കാർ തെറി വിളിക്കുന്നു, കുറ്റം പെടുത്തുന്നു, ഇതൊന്നും എൻ്റെ മാറ്റർ.